അതിലെ പേരാവൂരില് ഇത്തവണ ആര് ജയിക്കും? പേരാവൂരില് പ്രധാന മത്സരം നടക്കുന്നത് കെ ശൈലജ ടീച്ചറും സണ്ണി ജോസഫും തമ്മിലാണ്. അപ്പോൾ ഇന്ന് കെ ശൈലജ ടീച്ചർ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിൽ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് മട്ടന്നൂരിൽ കെ ശൈലജ ടീച്ചർ വരുമെന്നാണല്ലോ. കാരണം അവർ അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലമാണ് മട്ടന്നൂര്. അപ്പൊ അവിടെ അവർ വരുമെന്നാണ് വിശ്വസിച്ചത്. അപ്പൊ അവിടുന്ന് ഒരു പറിച്ചുമാറ്റലായിരുന്നു പേരാവൂരിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ പറയുന്നത് മട്ടന്നൂരില് ഒരു സേഫ് സീറ്റാണ്. ഏകദേശം അവിടെ ഈ വോട്ട് ഭൂരിപക്ഷം ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെ സനോജ് മത്സരിക്കട്ടെ, സനോജ് അസംബ്ലിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ മത്സരിപ്പിക്കുന്നത്. അപ്പോ സേഫ് സീറ്റിലേക്ക് മത്സരിപ്പിക്കുകയാണെന്ന് ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ മണ്ഡലം തിരിച്ചു പിടിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ശൈലജ ടീച്ചറിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ളത്. എന്തായാലും ശരി, അതേ ഉത്തരവാദിത്തം തന്നെയാണ് ശൈലജ ടീച്ചറും പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ അത്രയും ആത്മവിശ്വാസം കെ ശൈലജ ടീച്ചറിനില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 110 സീറ്റ് ഉറപ്പായും ഞങ്ങൾ പിടിക്കുമെന്നൊരു ആത്മവിശ്വാസത്തോടെ അവരുടെ പാർട്ടി സെക്രട്ടറി പറയുന്നു. പക്ഷേ ടീച്ചർ പറയുന്നത് പരമാവധി മണ്ഡലങ്ങൾ ജയിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അതാണ് ലക്ഷ്യം എന്നുള്ളത്. ആ രീതിയിലാണ് ശൈലജ ടീച്ചർ പറയുന്നത്. ടീച്ചറിന്റെ ആ ഒരു സണ്ണി ജോസഫ് ഒരു എതിരാളി തന്നെയാണ്. കാരണം ഒരിക്കൽ കെ ശൈലജ ടീച്ചർ തോറ്റുപോയതാണ് സണ്ണി ജോസഫിന്റെ മുൻപിൽ. അതിനുശേഷം അന്ന് ഈ ശൈലജ ടീച്ചറിന് ഇപ്പൊ ഉള്ളതിനേക്കാളും ആ ഒരു പ്രതിഭ അല്ലെങ്കിൽ ആ ഒരു പുറമോടി ഉള്ള ഒരു സമയമായിരുന്നു. അന്ന് 3440 വോട്ടുകൾക്ക് സണ്ണി ജോസഫിനോട് ഇതേ പേരാവൂരിൽ തോറ്റുപോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്ര അങ്ങ് എളുപ്പമാവില്ല ശൈലജ ടീച്ചർ അവിടെ ജയിക്കുന്നത്. അത് ഉറപ്പായും CPM-നും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ശൈലജ ടീച്ചർ ആകെ 5 തവണയാണ് ലെജിസ്ലേറ്റീവ് പാർലമെന്റ് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 2 തവണയാണ് ആകെ രാഷ്ട്രീയ ജീവിതത്തിൽ തോൽവി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒന്ന് സണ്ണി ജോസഫിനോടും ഒന്ന് ഷാഫി പറമ്പലിനോടുമാണ്. ഷാഫി പറമ്പലിന്റെ അടുത്ത് നമുക്കറിയാം ലോക്സഭയിൽ ഒരു വമ്പൻ ഭൂരിപക്ഷത്തിലായിരുന്നു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുശേഷം വീണ്ടും ഒരു രാഷ്ട്രീയ വനവാസത്തിന് ശേഷം കൊണ്ട് നടന്നത് പേരാവൂരിലേക്കാണ്. അത് വീണ്ടും ഒരു തോൽവി ഭയക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ മട്ടന്നൂർ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ 60,000 അത്രയും ഭൂരിപക്ഷത്തിന്റെ അതിൽ, കാരണം അവർ സേഫ് സീറ്റ് ആയതുകൊണ്ട് തന്നെ കെ ശൈലജയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ഭൂരിപക്ഷം കിട്ടി ജയിക്കാൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതിന്റെ ഒരു അതൃപ്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ആത്മവിശ്വാസ കുറവായിരിക്കാം ശൈലജ ടീച്ചറിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ 110 സീറ്റിൽ ശൈലജ ടീച്ചർ ഇല്ലേ, ഇതാണ് നമുക്കുണ്ടാവുന്ന ഒരു സംശയം. കാരണം ഒരു 30-40 മണ്ഡലങ്ങൾ വിട്ടിട്ടാണല്ലോ 110 എന്ന് പറയുന്നത്. 10 ഒരു 50-50 ചാൻസിലായിരിക്കും ഗോവിന്ദൻ മാഷ് പറയുന്നത്. എന്തായാലും ആ പറയുന്ന 40 മണ്ഡലങ്ങളിൽ ശൈലജ ടീച്ചറിന്റെ പേരുണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം സണ്ണി ജോസഫ് ഈ അടുത്തിടെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്ന നിരവധി വിഷയങ്ങളുണ്ട്. പിന്നെ സിറ്റിംഗ് MLA ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ശൈലജ ടീച്ചറിന് അവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ശൈലജ ടീച്ചറിനോട് ഉണ്ടാകാം. അത് മാത്രമാണ് ശൈലജ ടീച്ചറിനെ അവിടെ തുണയായി വരുന്നത്. പക്ഷെ അതും തുണയാകുമോ എന്നുള്ളത്, കാരണം ദയനീയമായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് ശൈലജ ടീച്ചർ അവിടെ പോയില്ല. അതിന്റെ അപ്പുറത്തേക്കും ഭൂരിപക്ഷക്കുറവ്, ഇപ്പൊ അന്ന് 3440 വോട്ടുകളാണെങ്കിൽ അതേപോലെ ഒരു ഭൂരിപക്ഷം, ഈ ലക്ഷം കടന്നിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തോടുള്ള വിജയമൊന്നും സണ്ണി ജോസഫിനോട് പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ അപ്പുറത്തേക്കും ശൈലജ ടീച്ചറും സണ്ണി ജോസഫും തമ്മിലുള്ള നല്ലൊരു പോരാട്ടം തന്നെയായിരിക്കും. അത് പേരാവൂരിലെ മാത്രം ഒരു പ്രശ്നമല്ല. പേരാവൂരല്ലാതെ ബാക്കിയുള്ള ഓരോ മണ്ഡലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇത്തരം തൃശങ്കുവിൽ നിൽക്കുന്ന CPM-ന്റെ നേതാക്കൾ നിൽക്കുന്നുണ്ട്. അതില് അല്ലാത്ത ത്രികോണ പോരാട്ടത്തിനായിട്ട് പറ്റുന്ന മണ്ഡലങ്ങളും ഉണ്ട്. പക്ഷേ BJP മുഖമില്ലാത്ത ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പേരാവൂരിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസുമായി അടുത്ത ഒരുപാട് ബന്ധമുള്ള ഒരു മണ്ഡലമല്ലേ ഈ പേരാവൂർ? തീർച്ചയായിട്ടും. അതായത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും അവിടുത്തെ ജയം വളരെ അനിവാര്യമാണ്. കാരണം അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കുന്നത് തന്നെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. ഇപ്പോൾ K സുധാകരന് ശേഷം ഒരു ക്രിസ്ത്യൻ പേര് വരുന്നത് കണ്ണൂരിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സണ്ണി ജോസഫിന്റെ പേര് വരുന്നുണ്ട്. അദ്ദേഹം ഈ അവരുടെ തന്നെ പിന്നെ ഈ ലത്തീൻ സമുദായം അല്ലെങ്കിൽ മറ്റേ ഏതൊക്കെ ക്രിസ്ത്യൻ സമുദായം ഉണ്ടോ അവരുടെയൊക്കെ കേസ് വാദിക്കുന്ന ഒരു വക്കീൽ കൂടെയാണ്. വളരെ സൗമ്യമുഖം K സുധാകരൻ തന്നെ നിർദ്ദേശിച്ച കണ്ണൂരുകാരൻ. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് അവർക്ക് ഈ മണ്ഡല പുനർനിർണയം നടത്തുന്ന സമയത്ത് അവരുടെ തന്നെ പോക്കറ്റ്സിലേക്ക് കൃത്യമായി വോട്ട് കിട്ടാൻ അവർക്കറിയാം എവിടെയൊക്കെയാണ് അവർക്ക് വോട്ടുള്ളതെന്ന്. അത് കൃത്യമായി ചേർത്തുകൊണ്ട് അവർ മണ്ഡല പുനർനിർണയം നടത്തിയപ്പോൾ
ഇപ്പോൾ പേരാവൂരിൽ അവർക്ക് പറ്റിയ ഒരു വീഴ്ച എന്ന് പറയുന്നത്, ഈ ടീച്ചർ ഏത് തവണയാണ് അവിടെ ജയിച്ചത്, ടീച്ചർ ഇതിനു മുമ്പ് ഒരു തവണ അവിടെ ജയിച്ചിട്ടുണ്ട്. ആ ജയിച്ചത് 2006 ടീച്ചർ ജയിച്ചിട്ടുള്ളത്. അന്ന് ഉള്ള മണ്ഡലമല്ല ഇന്നത്തെ മണ്ഡലം. അന്ന് മണ്ഡല പുനർനിർണ്ണയം നടത്തിയിട്ടില്ല. ഇന്ന് മണ്ഡല പുനർനിർണ്ണയം നടത്തിയിരുന്നപ്പോൾ ക്രിസ്ത്യൻ സമുദായം ഒരുപാട് ഈ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, സണ്ണി ജോസഫിന് ആൾറെഡി ജനങ്ങൾക്കിടയിൽ ഒരു നല്ല പേരുണ്ട്. രണ്ട്, ഈ ടീച്ചർ ഇപ്പോൾ ആതിര പറഞ്ഞു അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മട്ടന്നൂര് സനോജ് ജയിക്കും എന്ന് പറയുന്നു. അവർ തന്നെ ഉറപ്പിച്ചത് പറയുകയാണ്. കാരണം ടീച്ചർക്ക് ഈ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ച് CPM-നകത്ത് പിണറായിയേക്കാൾ പേര് ശൈലജ ടീച്ചറിന് ഉണ്ട് എന്ന് പിണറായിയുടെ ഭക്തന്മാർ ആൾറെഡി പിണറായിക്ക് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെക്കാൾ ആരും വലുതാവാൻ പാടില്ല, താൻ ഉള്ളിടത്തോളം ഈ പാർട്ടിയിൽ വലുതാവാൻ പാടില്ല എന്നൊരു കണ്ണൂർ മുഖമുള്ള ഒരു വ്യക്തിയായിട്ട് പോലും, കണ്ണൂരുകാരിയായ ഒരു സ്ത്രീ മുഖമായിട്ട് പോലും അദ്ദേഹം അവരോട് പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നവകേരള യാത്ര നടന്ന അവസരത്തിൽ ഈ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ ചില ഇൻസിഡൻസാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് ധർമ്മടത്ത് ഈ പരിപാടി നവകേരള യാത്ര നടക്കുമ്പോൾ ടീച്ചർ ഒരു വേള ഈ മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. വേദിയിൽ ഇരുത്തിക്കൊണ്ട് ടീച്ചറുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ടീച്ചർ ഇങ്ങനെ അറിയാതെ തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അവർ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് മട്ടന്നൂർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, മുഖ്യമന്ത്രി അസഹിഷ്ണുവാവുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രി എഴുന്നേറ്റ് രണ്ടാമത് സംസാരിക്കാൻ വരുമ്പോൾ ഇത്രയൊന്നും എന്നെ ഇരുത്തിക്കൊണ്ടൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന രീതിയിൽ, അത് ഇത്രയും നീട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാനിവിടെ ഇരിക്കല്ലേ രാജാവായിട്ട്, നിങ്ങൾ വലിയ ആളൊന്നും ആവണ്ട എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി വന്നു. സ്വന്തം നാട്ടുകാരുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടീച്ചറിനെ അവഹേളിച്ചു. ടീച്ചർ അത് ഒരു സ്വകാര്യമായിട്ട് പാർട്ടിയിലെ പല സഖാക്കളോടും വിജയേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്നൊരു വാക്ക് വേദിയിൽ തന്നെ അതിന്റെ വിഷമം അവർ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. രണ്ടാമത് പാർട്ടി വേദികളിൽ തന്നെ മുഖ്യമന്ത്രി വളരെ മോശമായിട്ട് ശൈലജ ടീച്ചറിന് കിട്ടിയിട്ടുള്ള ജനപിന്തുണയിൽ വളരെ അസ്വസ്ഥനായിരുന്നു പിണറായി ഭക്തന്മാരാണ് പിണറായി കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഏതായാലും കണ്ണൂർ സംസ്ഥാനം, അതായത് കണ്ണൂര് ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിന്റെ പാർട്ടി ഘടകം, ജില്ലാ ഘടകം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ടീച്ചർക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. ശരിക്കും പേരാവൂരിൽ മറ്റൊരു പേരാണ് അവിടെ ഉയർന്നു വന്നിരുന്നത്. ടീച്ചറിനെ പൂർണ്ണമായിട്ട് മാറ്റുക, അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിണറായി ഭക്തർ ചില ആൾക്കാരെയൊക്കെ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ താങ്കൾക്ക് വരും ഭാവിയിൽ പ്രശ്നക്കാരാകുമെന്ന്. അങ്ങനെ പ്രശ്നക്കാരാകുമെന്ന് പറഞ്ഞാൽ ജനസമ്മതിയിൽ പിണറായിയെ പാർട്ടിക്കതീതമായി ശൈലജ ടീച്ചർക്ക് ഒരു മേന്മയുണ്ട് എന്ന് പുറം ലോകം അങ്ങനെ പറയുന്നുണ്ട്. അത് PR വർക്കായാലും അല്ലെങ്കിലും ആരോഗ്യവകുപ്പ് വീണ ജോർജ് നോക്കിയതിനേക്കാളും ഭംഗിയായി കൊണ്ടുപോയ ഒരു മന്ത്രി തന്നെയായിരുന്നു അവർ. അത് പിണറായിക്ക് ഒരു ഭയങ്കര കണ്ണുകടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ആരൊക്കെ മത്സരിക്കണമെന്ന് ലിസ്റ്റ് വരുമ്പോൾ ടീച്ചറിന്റെ പേരില്ല. അപ്പോൾ എൻ്റെ പേര് എന്തുകൊണ്ട് എനിക്ക് ധർമ്മടത്ത് മത്സരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് എന്താ കുറവ് എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ, അതായത് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ് ജില്ലാ സെക്രട്ടേറിയറ്റ് പേര് നിർദ്ദേശിക്കുമ്പോഴും ടീച്ചറിന്റെ പേരില്ല. സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗിൽ ടീച്ചർ അറിയാതെ കരഞ്ഞുകൊണ്ട് ചോദിച്ചെന്ന് പറയുന്നു, എന്തുകൊണ്ട് എൻ്റെ പേര് മട്ടന്നൂരിൽ നിങ്ങൾ കൊടുത്തില്ല, സനോജിന്റെ പേര് കൊടുത്തപ്പോൾ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ പേരാവൂർ മത്സരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറിന്റെ പേര് നിർദ്ദേശിക്കുന്ന പിണറായി തന്നെയാണ്. അതായത് ടീച്ചറിനെ തോൽപ്പിക്കുക. ഇത് പാർട്ടിയുടെ, അതായത് കണ്ണൂർ ഘടകം ഇപ്പോൾ ചിലരെയൊക്കെ പേരുകൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന് EP ജയരാജനാണ്, ഒന്ന് P ജയരാജനാണ്, ഒന്ന് ടീച്ചറാണ്. P ജയരാജന്റെ കരിയർ കഴിഞ്ഞു, അത് മറ്റൊരു വിഷയമാണ്, നമുക്കിവിടെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. P ജയരാജൻ ഒരിടത്തുമില്ല ചിത്രത്തിൽ. പകരം PK ശ്യാമളയുടെ തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടമാണ് P ജയരാജന് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വേള ഈ പറയുന്ന PK ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചതുപോലെ എന്നെങ്കിലും ഒരിക്കൽ P ജയരാജൻ കുറേ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു കാലം അനധിവിദൂരമല്ല. അതുപോലെ EP ജയരാജൻ വിളിച്ചു പറയുന്ന കാലം അനധിവിദൂരമല്ല. അപ്പോൾ ടീച്ചറെ ടാർഗറ്റ് ചെയ്യുക, എങ്കിൽ പിന്നെ നിങ്ങൾ തളിപ്പറമ്പിൽ മത്സരിച്ചോളൂ, നിങ്ങൾ മത്സരിച്ച് ജയിച്ചു വാ എന്ന് പറയുമ്പോൾ ഒരു വിധി എഴുത്താണ്, ഇതോടങ്ങ് തീർന്നോളൂ, ഇതോട് ഇവരുടെ കരിയർ തീർന്നോളും. തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ പോലും ആവശ്യം. ഞാൻ പറഞ്ഞത് അവരെ ഇപ്പൊ മത്സരിക്കാൻ പേരാവൂരിലേക്ക് അവരെ വിടുന്നില്ലേ? പേരാവൂരിൽ അതെന്താ, തളിപ്പറമ്പിൽ അവരെന്താ മത്സരിച്ചാൽ കുഴപ്പം എന്താ? അവർക്ക് തളിപ്പറമ്പിൽ കൊടുത്തൂടെ? PK ശ്യാമളയെ നിർത്തുന്നതിനേക്കാളും ഗോവിന്ദൻ പറയും എന്റെ ഭാര്യ ആകുന്നതിന് മുമ്പ് പാർട്ടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ DYFI അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമല്ലോ, അവരെക്കാളും എന്താ മേന്മയില്ലേ? ഇത് നമുക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. ഒരു വേള പൊട്ടിത്തെറിച്ച് ഈ പാർട്ടിയുടെ ഇന്ന് PK ഗോവിന്ദൻ പൊട്ടിത്തെറിച്ച് വന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ കണ്ണൂർ ഘടകത്തിൽ നിന്ന് എന്നെങ്കിലും ഒരിക്കൽ KK ശൈലജ കുറെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന കാലം അനധിവിദൂരമല്ല. തീർച്ചയായും.